രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിയമസഭയിലേക്കുള്ള വരവും അതേ തുടർന്നുണ്ടായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം ഇനിയുള്ള മണിക്കൂർ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ടി വി പ്രസാദ്, ആർ റോഷിപാൽ, കെ സജീഷ്, അർജുൻ മട്ടന്നൂർ, റഹീസ് റഷീദ് എന്നിവർ നൽകും വിശദാംശങ്ങൾ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വെല്ലുവിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിലെത്തി. യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമാണ് രാഹുൽ സഭയിലെത്തിയത്. പ്രതിപക്ഷ നിരയിൽ നിന്ന് മാറി പ്രത്യേക ബ്ലോക്കിലായിരുന്നു രാഹുലിന്റെ ഇരിപ്പിടം. നടപടികൾ തീരും മുൻപേ സഭ വിട്ടിറങ്ങുകയും ചെയ്തു. ദൃശ്യങ്ങൾ കാണാം. സഭയിലേക്കുള്ള രാഹുലിന്റെ വരവാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ടി വി പ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രസാദ്, അങ്ങനെ വിവാദ കൊടുങ്കാറ്റ് വീശുന്നതിനിടയിൽ തന്നെ നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നെത്തുകയായിരുന്നു. ഇത് കോൺഗ്രസിനകത്ത് തന്നെ, പ്രത്യേകിച്ച് വി ഡി സതീശന് തന്നെ കടുത്ത അതൃപ്തിയുള്ളപ്പോൾ അതിനെയെല്ലാം തള്ളിക്കൊണ്ട് ഒരു വകയും വയ്ക്കാതെ പാർട്ടി പ്രതിരോധത്തിലാവുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുകയായിരുന്നു. ഇനിയും രാഹുൽ എത്താനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതും ചോദ്യമാണ്. ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്? രാഹുൽ സഭയിൽ എവിടെയാണ് ഇരുന്നത്? ആരൊക്കെ രാഹുലിനെ കണ്ടു? എന്തായിരുന്നു പിന്നീടുള്ള രാഹുലിന്റെ സമീപനം? റോഷ്നി, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ കാര്യത്തിൽ ഇന്ന് പ്രതിപക്ഷം ആഗ്രഹിച്ചതല്ല നടന്നത്, മറിച്ച് ഭരണപക്ഷം ആഗ്രഹിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വരവ്. കാരണം ഇന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ടേക്കുള്ള ഇനിയുള്ള 11 ദിവസങ്ങളിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ അത് വലിയ ആശ്വാസമാകുന്നത് പ്രതിപക്ഷത്തിനെല്ലാം മറിച്ച് ഭരണപക്ഷത്തിനാണ്. കാരണം കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തെ ആഞ്ഞടിക്കേണ്ട നിയമസഭാ സമ്മേളനമാണ് ഇപ്പോൾ ചേരുന്നത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ സ്വാഭാവികമായി വരുന്ന ചർച്ചകളിലെല്ലാം അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗികാതിക്രമ സംഭവങ്ങൾ ഒന്നൊന്നായി പറയാനും അതിലേക്ക് ശ്രദ്ധ മാറ്റാനും ഭരണപക്ഷത്തിന് കഴിയും എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവും UDF ചെയർമാനും കൂടിയായ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തരുത് എന്ന് നേരത്തെ തന്നെ പാർട്ടി നേതാക്കളോട് പറഞ്ഞത്. ഇതേ അഭിപ്രായം പരസ്യമായി അല്ലെങ്കിൽ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ എതിർപ്പ് കൃത്യമായി പരസ്യമായി രേഖപ്പെടുത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ 9 മണിക്ക് തുടങ്ങിയ സഭാ സമ്മേളനത്തിൽ 9 മണിക്ക് എത്താതെ 9:16 സഭയുടെ പ്രധാന കവാടത്തിലെത്തി അവിടെ നിന്ന് 9:20 നിയമസഭയുടെ ഉള്ളിലേക്ക് കയറുന്നത്. ഇന്നെത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനൊപ്പമുള്ള സുഹൃത്തുക്കൾക്കൊപ്പം മറ്റൊരു വാഹനത്തിലായിരുന്നു എത്തിയത്. ആ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്ന് സംരക്ഷിച്ച് ആരോരും അറിയാതെ അതീവ രഹസ്യമായി നിയമസഭയിലേക്ക് എത്തിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായ നേമം ഷജീറാണെന്ന കാര്യം ഓർക്കണം. പിന്നീട് നിയമസഭയിലെത്തി ആദ്യമായി പ്രത്യേക ബ്ലോക്കിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇരിപ്പിടം മാറുകയാണ്. പ്രതിപക്ഷ നിരയ്ക്കൊപ്പം ഇരിക്കേണ്ട രാഹുൽ മാങ്കൂട്ടത്തിലാണ് പ്രത്യേക ഇരിപ്പിടത്തിലേക്ക് മാറിയത്. അവിടെ കയറി കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ഒരു കുറിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലേക്ക് എത്തുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അവിടെ നിന്ന് സഭാ സമ്മേളനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങിപ്പോവുകയുമായിരുന്നു. പിന്നെയും ഉണ്ടായിരുന്നു കൗതുകം. അവിടെ നിന്ന് ഇറങ്ങി നേരെ PMG കഴിഞ്ഞ് പുളിമൂടെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവിടെ നിന്ന് U-ടേൺ എടുത്ത് തിരിഞ്ഞ് വീണ്ടും നിയമസഭയ്ക്കുള്ളിലേക്ക് വരുന്ന രീതിയിൽ വന്ന് നേരെ MLA ഹോസ്റ്റലിനുള്ളിലേക്ക് പോവുകയായിരുന്നു. MLA ഹോസ്റ്റലിൽ നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പുറത്തേക്കിറങ്ങുമ്പോൾ SFI പ്രവർത്തകരുടെ അതിരൂക്ഷമായ ശക്തമായ വിമർശനം, പ്രതിഷേധം അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനുശേഷം തിരിച്ച് പത്തനംതിട്ടയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. ഒരു കാര്യം ഉറപ്പാണ്, ഇനിയുള്ള സഭാ സമ്മേളനങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സാന്നിധ്യം അത് പ്രതിപക്ഷത്തെ ദുർബലമാക്കും എന്ന കാര്യം ഉറപ്പാണ്. ഭരണപക്ഷം ആഗ്രഹിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് വരണം എന്നത് തന്നെയാണ്. എന്തായാലും വി ഡി സതീശന്റെ മുഖത്തേറ്റ അടിയാണ് ഇന്നത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വരവ്. ഇത്രയേറെ ശക്തമായി പാർട്ടിയിൽ ഉന്നയിച്ചിട്ടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് ഗുരുതരമായി സംഭവിച്ച
ഏറ്റവും വലിയ ഒരു നാണക്കേടാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. വി ഡി സതീശനെ കേൾക്കാത്ത ഒരു MLA ഇന്ന് പ്രതിപക്ഷത്തിന്റെ MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ പോലും ഇന്ന് സഭയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വി ഡി സതീശന് ഞെട്ടലുളവാക്കുന്നതാണ്. ഒപ്പം ഭരണപക്ഷത്തിന് ആഹ്ലാദം പകരുന്നതുമാണ്. റോഷ്നി. ശരി, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.